ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ കഴക്കൂട്ടത്ത് ഇപ്പം അണ്ടർ വാട്ടർ മറൈൻ്റെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജനുവരി 12 ഇന്നും കൂടെയാണ് ഉള്ളതെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പം നമ്മളവിടെ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ടിക്കറ്റ് എല്ലാം എടുക്കണം. അങ്ങനെ അതെല്ലാം എടുത്തു കഴിയുമ്പോൾ നമുക്ക് അവർ കയ്യിലൊരു ടാഗ് പോലത്തെ സംഭവം കിട്ടിത്തരും. അങ്ങനെ അത് വാങ്ങി കെട്ടിക്കൊണ്ട് നേരെ അകത്തോട്ട് ചെല്ലുമ്പോൾ കുറേ വെറൈറ്റി മീനും കിളികളും അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കാണാൻ ഇരിക്കുന്നു 2 പൂച്ചക്കുട്ടന്മാർ. കാണാനൊക്കെ കൊള്ളാം. അങ്ങനെ അവരെയും കണ്ട് അവർക്ക് 2 ടാറ്റായും കൊടുത്ത് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോയി. കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അഡൽറ്റിന് 150 ചാർജ് ആയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ 150 ആണെങ്കിലും നമുക്ക് അതിൻ്റെ ആവശ്യം പോലെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കുമാണ് ഫിഷിൻ്റെ ടണൽ വരുന്നത്. അതൊരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഓരോ വീഡിയോ ആയിട്ടും ഇങ്ങനെ സൈഡിലിങ്ങനെ കാണിക്കാം കേട്ടോ. എനിക്കിതിൻ്റെ പേര് പറഞ്ഞാൽ അറിയില്ല, പക്ഷേ കൊള്ളാം. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. വെറൈറ്റി ഫിഷ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് കുറേ സ്റ്റോളുകളുണ്ട്. നമ്മുടെ പഴയ നാരങ്ങ മിഠായി, തേൻമുട്ടായി, അങ്ങനത്തെ കുറേ മുട്ടായിയുടെ ഐറ്റംസ്, വെറൈറ്റി അച്ചാർ, വെറൈറ്റി തേൻപുളി, അങ്ങനത്തെ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സ്റ്റോളുകളുണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ നെത്തോലി പോലത്തെ ഒരു മീൻ ഞാൻ കണ്ടു. അത് ഞാൻ അവിടെ കാണിച്ചു തരാം. ഇതൊക്കെ വെളിയിൽ കൂടെ നമുക്കിങ്ങനെ ജസ്റ്റ് നടന്ന് കാണാം. ഇനി കുറച്ചും കൂടെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ടണലിൽ കൂടെ കയറി നടക്കുമ്പോൾ ഫിഷിനെയൊക്കെ നമുക്ക് മുകളിൽ കാണാൻ പറ്റും. ഇതിനെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല വെറൈറ്റി കളറുള്ള മീൻ കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. അതിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് കണ്ടോ, ആ ഒരു ടണലിൻ്റെ അകത്താണ് ഈ ചേട്ടൻ ഉള്ളത്. അതെനിക്ക് എന്തായാലും കുറച്ച് കൗതുകമായിട്ട് തോന്നി. കാരണം കുട്ടികൾ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരം അവിടെ അതിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കാണാം അപ്പുറത്തെ സൈഡിലൊക്കെ ഐസ്ക്രീം വെച്ചുകൊണ്ട് 2 ചേട്ടന്മാരിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരു വാനില, ഒരു ചോക്ലേറ്റ്, സ്ട്രോബെറി എന്ന ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നെത്തോലി പോലെ തോന്നിയതേ ഇതിനെ കണ്ട എനിക്ക് കറക്റ്റ് നെത്തോലി മീനെ പോലെയാണ് തോന്നിയത്. പക്ഷെ നല്ല രസമുണ്ട്. എല്ലാം കൂടി ഒരു സൈഡിലേക്കാണ് ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻ ഞാൻ കണ്ടു. അതും കൊള്ളാം. ഇവരുടെ പേരെനിക്കറിയാൻ വയ്യ, പക്ഷെ എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ മീനെ ഒരുപാട് ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സാധനത്തിനെ കാണിച്ചു തരാം. കണ്ട ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞതാ, അനിയത്തിയ, വേറൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അതെല്ലാം കണ്ട് വീണ്ടും ഇങ്ങനെ മന്ദം നടന്നുകൊണ്ട് ഇനി ടണലിൻ്റെ അകത്തോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ മാത്രം ഇരിക്കുന്നില്ല. അങ്ങനെ കുറച്ചുകൂടി ഇതെന്തൊക്കെയോ കുറേ വെറൈറ്റി ഐറ്റം, കുറേ മുള്ളുള്ള മീനെയൊക്കെ കണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റാത്തതാണോ കുടുങ്ങിയിരിക്കുന്നതാണോ എന്നറിയത്തില്ല. ഒരു മീൻ പെട്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു. ആ മൂലയ്ക്കോട്ട് നോക്കുന്നു. കണ്ടാ
അങ്ങനെ ഫിഷിൻ്റെ സെക്ഷനൊക്കെ തീർന്ന് ഇനി റോബോട്ടിൻ്റെ സെക്ഷനാണ്. വേണ്ട വയനാടൻ മുളയിരിയുടെ ചക്കപ്പൊടി എള്ള് തേങ്ങാക്കൊത്ത് ബാങ്കോടെ ബാങ്കോടെ നീ വരാണ്ടോ? അതുകൊണ്ടുണ്ട് പറയാ ഉണ്ടാകും അച്ചാർ വന്നുള്ളൂ പറഞ്ഞ പിന്നെ ബാങ്ക് വന്നാൽ അമ്മുക്കുട്ടി നീ വരണ അത്രയൊക്കെ മേടിക്കാം ഊത് മേടിക്കാം. ഇത് എത്ര ദിവസം എല്ലാ പച്ചക്കറി ഇത്രയും സ്റ്റോൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കോളിഫ്ലവർ മാത്രമേ കഴിച്ചുള്ളായിരുന്നു. ഇറങ്ങി എന്ത് കഴിക്കണമെന്ന ആധികാരികമായ ചിന്തയിലാണ് ഏഞ്ചൽ. കണ്ടില്ലേ, ഓരോന്നിനും നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണി, അപ്പം, ചിക്കൻ 65, വെജിറ്റബിൾ കറി ഇതെല്ലാം കൂടെ കഴിച്ച് സെറ്റായിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോയ്ക്കകത്തുള്ളത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.